ജില്ലയിലെ അതിപ്രശസ്തമായ ഒരു ക്ഷേത്രമാണിത്. ആഴിമല ശിവക്ഷേത്രം. പുളിങ്കുടി എന്ന സ്ഥലത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 58 അടി ഉയരമുള്ള പരമേശ്വരൻ്റെ ഗംഗാധരേശ്വര രൂപത്തിലുള്ള മനോഹരമായ ശില്പമാണ് ഈ ക്ഷേത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. കേരളത്തിലെ ഏറ്റവും ഉയരം കൂടിയ ശിവപ്രതിമയാണിത്. കടൽ തീരത്തോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഒരു പ്രസിദ്ധമായ ഹൈന്ദവ ക്ഷേത്രമാണ് ആഴിമല ശിവക്ഷേത്രം. ജാതി മതഭേദമന്യേ എല്ലാവർക്കും ഇവിടെ പ്രവേശനം അനുവദിച്ചിട്ടുണ്ട്. ഗംഗാധേശ്വര ശില്പം സ്ഥാപിച്ചതിന് ശേഷം ജില്ലയിലെ തിരക്കേറിയ ക്ഷേത്രമായി ആഴിമല മാറിയത് വളരെ വേഗത്തിലാണ്. അന്യരാജ്യത്ത് നിന്ന് പോലും ഒരുപാട് തീർത്ഥാടകർ ഇവിടെ എത്തുന്നുണ്ട്. അറബിക്കടലിനോട് ചേർന്നാണ് അതിമനോഹരമായ ക്ഷേത്രവും പടുകൂറ്റം ശില്പവും നിലകൊള്ളുന്നത്. ഭക്തിസാന്ദ്രമായ അന്തരീക്ഷത്തിൽ കടലിന്റെ സൗന്ദര്യം ആസ്വദിച്ചു നിൽക്കുന്നത് വല്ലാത്തൊരു അനുഭവം തന്നെയാണ്. ഗംഗാദേവിയെ ജടയിൽ നിന്നും മോചിപ്പിക്കുന്ന ചതുർഭുജങ്ങളോട് കൂടിയ ശിവനെയാണ് ശില്പം ചിത്രീകരിക്കുന്നത്. ശില്പത്തിന്റെ പിന്നിലെ വലത് കൈയിൽ ഡമരുവും മുൻ വലത് കൈ വലത് തുടയിലും പിന്നെ ഇടത് കൈയിൽ ത്രിശൂലവും മുന്നിടത് കൈ ജടയ്ക്കുള്ളിലൂടെ ഉയർത്തിയ നിലയിലുമാണ്. 20 അടി ഉയരമുള്ള ഒരു പാറയിലാണ് ഈ ശില്പം സ്ഥാപിച്ചിരിക്കുന്നത്. കടൽ തീരത്തോട് വളരെ ചേർന്നുള്ളതിനാൽ കടൽക്കാറ്റിനെ പ്രതിരോധിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന. ആഴിമല സ്വദേശിയായ PS ദേവദത്തൻ എന്നയാളാണ് ഇതിന്റെ ശില്പി. ഇന്ന് ഞായറാഴ്ച ആയതിനാൽ അത്യപൂർവമായ ജനത്തിരക്കാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത്. ക്ഷേത്രത്തിന്റെ വാസ്തുശൈലിക്ക് തമിഴ്നാട്ടിലെ ക്ഷേത്രങ്ങളുമായി അടുത്ത സാമ്യമുണ്ട്. ക്ഷേത്ര കവാടവും ഗോപുരങ്ങളും ഗണപതി, അയ്യപ്പൻ, വിഷ്ണു, മുരുകൻ, ഹനുമാൻ തുടങ്ങിയ ദേവതകളുടെ വർണ്ണാഭമായ ശില്പങ്ങളാൽ അലങ്കരിച്ചിരിക്കുന്നു. ക്ഷേത്രത്തിലെ പ്രധാന ആരാധനാമൂർത്തി ശിവനാണ്. ഗണപതിയും ശ്രീപാർവതിയുമാണ് ഉപദേവതകൾ. ഭഗവാനെ ആരാധിച്ച് ഇവിടെ പ്രതിഷ്ഠിച്ച യോഗീശ്വരന് ഒരു ചെറിയ ശ്രീകോവിലുമുണ്ട്. മകരത്തിലാണ് ക്ഷേത്രത്തിലെ വാർഷികോത്സവം നടക്കുന്നത്. ധനുമാസത്തിലെ തിരുവാതിര, മഹാശിവരാത്രി, പ്രദോഷ ശനിയാഴ്ച, പ്രധാനമായ നവരാത്രി, തൃക്കാർത്തിക എന്നിവയാണ് മറ്റ് വിശേഷ ദിവസങ്ങൾ. അന്യ സംസ്ഥാനങ്ങളിൽ നിന്നുപോലും ധാരാളം ഭക്തർ ഇപ്പോൾ ഇവിടെ എത്തുന്നുണ്ട്. ഗംഗാധരേശ്വര ശില്പത്തിന് താഴെയാണ് ധ്യാനമണ്ഡപം. ധ്യാനമണ്ഡപത്തിന്റെ പണി നടക്കുന്നതേയുള്ളൂ. ഒരു 4 മാസത്തിനകത്ത് പൂർത്തിയാകും. 3500 ചതുരശ്ര അടിയാണ് വലിപ്പം. ഭഗവാന്റെ ശില്പത്തിന്റെ ഒരു വശത്ത് ചെറിയ ഗുഹയുമുണ്ട്. ഇതിലൂടെ 27 പടിക്കെട്ടുകൾ കയറി ഇറങ്ങുമ്പോഴാണ് ധ്യാനമണ്ഡപം. വാസ്തുകലകൾ നിറഞ്ഞ മനോഹരമായ തട്ടിൻപുറങ്ങളും ചാരുത നിറഞ്ഞ ശില്പങ്ങൾ കൊണ്ടലങ്കരിച്ച ചുവരുകളും ഭഗവാന്റെ അർദ്ധനാരീശ്വര രൂപവും ആഴിമല ക്ഷേത്രത്തിന്റെ ചരിത്രം ആലേഖനം ചെയ്ത ചുവരുകളും ധ്യാനമണ്ഡപത്തിന്റെ പ്രത്യേകതയാണ്. ശിവന്റെ ശയന രൂപത്തിലുള്ള ശില്പവും ധ്യാനമണ്ഡപത്തിലുണ്ട്. അപൂർവങ്ങളിൽ അപൂർവമാണ് ശിവന്റെ ശയനരൂപ ശില്പം. ധ്യാനമണ്ഡപം മുതൽ ശിവരൂപം വരെ 78 അടി ഉയരമുണ്ട്. ക്ഷേത്രത്തിനായിട്ടുള്ള ഒരു അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസിന്റെ ഉദ്ഘാടനമായിരുന്നു ഇന്ന്. അതിന്റെ ചടങ്ങുകളാണ് ഇപ്പോൾ നടക്കുന്നത്. ആഴിമല ക്ഷേത്രത്തിൽ അറിയപ്പെടുന്ന ഒരു പോറ്റിയാണ് ജ്യോതിഷ് പോറ്റി. ആ ജ്യോതിഷ് പോറ്റിയുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ ഈ ഉദ്ഘാടന ചടങ്ങുകൾ ഇവിടെ നടക്കുന്നത്.